ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർഡ്വെയർഡ് കൺട്രോൾ ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് നമ്മൾ കുറേ കൺട്രോൾ ഓർഗനൈസേഷൻ പഠിച്ചല്ലേ. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് പഠിച്ചു, ദെൻ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ പഠിച്ചു, PLA പഠിച്ചു, പിന്നെ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ പഠിച്ചു. അപ്പോൾ അതിനകത്ത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് കൺട്രോളിനെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതായത് എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക. സെക്കൻഡ്, ആദ്യം ഒരു ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ഉണ്ട്, അത് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. തേർഡ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യുക. ഫോർത്ത്, ഡേറ്റ പ്രോസസ് പാർട്ട് സ്പെസിഫൈ ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പ് കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു കൺട്രോൾ ലോജിക്ക് ഡിസൈൻ ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ, ദെൻ അൽഗോരിതം, ദെൻ ഡേറ്റ പ്രോസസ് പാർട്ട്, ഫൈനലി കൺട്രോൾ ലോജിക് ഡിസൈൻ. ഈ 5 സ്റ്റെപ്സാണ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ, രജിസ്റ്റർ ട്രാൻസ്ഫർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ രജിസ്റ്റർ ട്രാൻസ്ഫർ മെത്തേഡിൽ അതിൻ്റെ ടേംസിൽ അൽഗോരിതത്തെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിലേ രജിസ്റ്റർ ട്രാൻസ്ഫർ മെത്തേഡിനനുസരിച്ചുള്ള അൽഗോരിതം ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണ്. അതിലെ ഒരു സിസ്റ്റത്തിലെ മൈക്രോ ഓപ്പറേഷൻസിൻ്റെ സീക്വൻസ് അതിനകത്ത് സ്പെസിഫൈ ചെയ്യും. ഫ്ലോ ചാർട്ട് സാധാരണ എന്തിനു വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് അതേ പർപ്പസ് തന്നെ. അതായത് എന്തൊക്കെ മൈക്രോ ഓപ്പറേഷൻ ഉണ്ടോ അതിനെ സീക്വൻസ് ചെയ്യാന്നുള്ളതാണ് ഫ്ലോ ചാർട്ടിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ഫ്ലോ ചാർട്ടാണ് ഇവിടെ അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യുന്ന ആ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി ഏതൊക്കെ മൈക്രോ ഓപ്പറേഷൻസ് ആണോ ഈ ഒരു സിസ്റ്റത്തിലുള്ളത് അതിനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ഫങ്ഷനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്യുന്നതോട് കൂടി ആ ഡേറ്റ പ്രോസസർ പാർട്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. അതായത് ആദ്യം പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ്, പിന്നെ ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ, അതാണ് അൽഗോരിതം. രജിസ്റ്റർ ട്രാൻസ്ഫർ മെത്തേഡിൽ ഈ അൽഗോരിതത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അൽഗോരിതം ഡിസൈൻ ചെയ്യുക എന്നുള്ളതിൽ പറയുന്നത് ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ആ ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് എന്തൊക്കെ മൈക്രോ ഓപ്പറേഷൻസ് ആണോ അതിലുള്ള അതിൻ്റെ ഒരു സീക്വൻസ് കിട്ടും. ആ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ മൈക്രോ ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ഫങ്ഷനെ കൂടെ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചൂസ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഡേറ്റ പ്രോസസർ പാർട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. പിന്നെ ഡിസൈൻ ചെയ്യുക, അതെന്ന് പറഞ്ഞാൽ ഡേറ്റ പ്രോസസ്സറിലുള്ള മൈക്രോ ഓപ്പറേഷനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇതിൽ നമ്മൾ ഹാർഡ്വെയർ കൺട്രോൾ ഓഫ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ് പറയുന്നത്. അതായത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു കൺട്രോൾ ഓർഗനൈസേഷനില്ലേ, അതായത് ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അന്ന് എക്സാമ്പിളിൽ പഠിച്ച D ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ എത്ര സ്റ്റേറ്റ് ഉണ്ടോ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ആണ്. നമ്മളിവിടെ ചെയ്യുന്ന പ്രോബ്ലം അല്ലെ ഹാൻഡിൽ ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ 2 ഫിക്സഡ് പോയിൻറ്റ് ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനുമാണ്. അപ്പോൾ അതാണ് പ്രോബ്ലം. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന 2 ഫിക്സഡ് പോയിൻറ്റ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കൺട്രോൾ ലോജിക്കാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് വേണ്ടത്. അപ്പോൾ റിസൾട്ടും സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ വേണം. ഇനി രണ്ട് നമ്പേഴ്സിനെ
രണ്ട് നമ്പേഴ്സ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന രജിസ്റ്റേഴ്സിലാണ്. അങ്ങനത്തെ ഉള്ള രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയെ എക്സീഡ് ചെയ്യുന്നുണ്ടാവും. കാരണം അതിൻ്റെ ഒരു 1 ബിറ്റ് ക്യാരി എന്നൊക്കെ പറയില്ലേ, ആ ക്യാരി ഓവർഫ്ലോ ആയിട്ടായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതായത് രജിസ്റ്റർ കപ്പാസിറ്റിയെ എക്സീഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ സം എന്ന് പറയുന്നത്. അപ്പോൾ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഓവർഫ്ലോയും കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് എയും ബിയും അത് രണ്ട് രജിസ്റ്റേഴ്സിൽ ഇരിപ്പുണ്ട്. അതിനെ ആഡ് ചെയ്ത് വേറൊരു രജിസ്റ്ററിൽ കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു രജിസ്റ്ററിൽ തന്നെ അതിൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യുന്നു. ആ ടൈമിൽ അഡീഷൻ ചെയ്യുന്ന ടൈമിൽ ഒരു ഓവർഫ്ലോയ്ക്ക് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് വേണം, ആ ഓവർഫ്ലോ ബിറ്റിനെയും കൂടെ സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷനുള്ള രീതിയിൽ വേണം ഈ കൺട്രോളിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു, അതിലെ കുറച്ച് പോസിബിലിറ്റീസും പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷനാണ്. രണ്ട് സൈൻഡ് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്, അഡീഷനും സബ്ട്രാക്ഷനും പറയുന്നുണ്ട്. രണ്ട് നമ്പേഴ്സും n ബിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ n-1 ബിറ്റ് ആയിരിക്കും അല്ലേ. ഇനി അതിൻ്റെ സൈൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു ബിറ്റ് വേണം, അങ്ങനെ n ബിറ്റ്. n ബിറ്റാണ് നമ്പേഴ്സ് എങ്കിൽ n-1 ബിറ്റ്സ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഒരു ബിറ്റ് അല്ലെങ്കിൽ ഓരോ ബിറ്റ് അതിൻ്റെ സൈനിനും വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, രണ്ട് നമ്പേഴ്സ് രജിസ്റ്റർ എയിലും ബിയിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ബിറ്റ്സ്, സൈൻ ബിറ്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിലായിരിക്കും. എ എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള നമ്പറിൻ്റെ സൈൻ ബിറ്റ് AS എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലും ബി എന്ന് പറയുന്ന രജിസ്റ്ററിലെ നമ്പറിൻ്റെ സൈന് BS എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലും ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇവിടെ നിങ്ങൾക്കിവിടെ നോക്കിയാൽ ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇവിടെ സൈൻ ബിറ്റ് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്, ASഉം BSഉം, എയ്ക്ക് കറസ്പോണ്ടിങ്ങും ബിക്ക് കറസ്പോണ്ടിങ്ങും. ദെൻ എ രജിസ്റ്റർ ഉണ്ട്, അതായത് മാഗ്നിറ്റ്യൂഡ് സ്റ്റോർ ചെയ്യാൻ. ബി രജിസ്റ്ററും ഉണ്ട്, അതും മാഗ്നിറ്റ്യൂഡ് സ്റ്റോർ ചെയ്യാൻ. ദെൻ ഈ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് ALUവിലായിരിക്കും അല്ലേ. ഇനി അതിനോടൊപ്പം സമ്മ് ജനറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഓവർഫ്ലോ ഉണ്ടെങ്കിൽ ആ ബിറ്റിനെ കൂടെ സ്റ്റോർ ചെയ്യാൻ എന്ന് പറയുന്നൊരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു ഓവർഫ്ലോനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ALUവിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് ക്യാരി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇനി ഏറ്റവും റൈറ്റിലായിട്ട് കൺട്രോൾ ലോജിക്ക് കാണിച്ചിട്ടുണ്ട്. ആ കൺട്രോൾ ലോജിക്കിൽ രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ഇൻപുട്ടിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് QA എന്നും QS എന്നുമാണ്. QA ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആണ്, QS സബ്ട്രാക്റ്റിന് കറസ്പോണ്ടിങ് ആണ്. ഇനി X എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് ഔട്ട്പുട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്, അത് എൻഡ് ഓഫ് ദ ഓപ്പറേഷനാണ് കാണിക്കുന്നത്, അതായത് ഓപ്പറേഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി ഈ കൺട്രോൾ ലോജിക്ക് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും. QAയും QSഉം അതിൻ്റെ റിക്വയർഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ആഡ് ഓപ്പറേഷനോ സബ്ട്രാക്ഷൻ ഓപ്പറേഷനോ ഏതായാലും അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ കൺട്രോൾ ലോജിക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ ഇത് അറിയിക്കുന്നത് ഔട്ട്പുട്ട് Xലൂടെ ആയിരിക്കും. ആ ടൈമിൽ അതിൻ്റെ സം അല്ലെങ്കിൽ ഡിഫറൻസ് രജിസ്റ്റർ എയിലായിരിക്കും ഉണ്ടാവുക. ദെൻ ASൽ അതിൻ്റെ സൈൻ ഉണ്ടാവും, ഓവർഫ്ലോ ഇയിലുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന രജിസ്റ്റർ അറ്റ് എ ടൈം സോഴ്സായിട്ടും ഡെസ്റ്റിനേഷനായിട്ടും ആക്റ്റീവാണ്. അതായത് എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എയിൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ ഡയഗ്രാം. ഇനി തേർഡ് സ്റ്റെപ്പാണ് ഡെറിവേഷൻ ഓഫ് ദ അൽഗോരിതം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അൽഗോരിതം ഡിറൈവ് ചെയ്യണം. രണ്ട് നമ്പേഴ്സ്
ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ 8 പോസിബിലിറ്റീസ് കൺസിഡർ ചെയ്യാനുണ്ട്, 8 ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൺസിഡർ ചെയ്യാനുണ്ട്. സാധാരണ അഡീഷൻ സബ്ട്രാക്ഷനിൽ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ. അപ്പം 8 കണ്ടീഷൻസിൽ നമുക്ക് കോമ്പാക്ട് ഫോമിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം: പ്ലസ് ഓർ മൈനസ് എ, പ്ലസ് ഓർ മൈനസ് ബി. അതായത് പ്ലസ് ഓർ മൈനസ് എനെ പ്ലസ് ഓർ മൈനസ് ബിയോ ആയിട്ട് പ്ലസ് സിയോ മൈനസ് സിയോ ചെയ്യാം. ഇതിനെ കോമ്പാക്റ്റ് ആയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സബ്ട്രാക്ഷൻ ഓപ്പറേഷനെ അഡീഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതിനെന്താ ചെയ്യേണ്ടത്? എയും ബിയും ആണ് നമ്പറെങ്കിൽ സെക്കൻഡ് നമ്പർ ആയിട്ടുള്ള ബീൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക. ഏതാണോ ഇപ്പോൾ അതിൻ്റെ സൈൻ അത് ഓപ്പോസിറ്റ് ആക്കുക, ദെൻ ആഡ് ചെയ്യുക. അത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ 2 എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് എ മൈനസ് പ്ലസ് ബി ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് നമ്പർ ബി ആണ്, അതിൻ്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? മൈനസ് ആക്കണം. എന്നിട്ട് ഈ ഓപ്പറേഷൻ പ്ലസ് ആക്കണം. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എ പ്ലസ് മൈനസ് ബി. സെക്കൻഡ് കണ്ടീഷൻ നോക്ക്, സെക്കൻഡ് കേസ് നോക്ക്. പ്ലസ് ഓർ മൈനസ് എ മൈനസ് മൈനസ് ബി. അപ്പം സെക്കൻഡ് നമ്പറായിട്ടുള്ള ബീൻ്റെ സൈൻ മൈനസ് ആണ്, അതിനെ ഓപ്പോസിറ്റ് ആക്കണം, അതായത് പ്ലസ് ആക്കണം. എന്നിട്ട് ഓപ്പറേഷൻ പ്ലസ് ആക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി ഈ 8 കണ്ടീഷൻ എന്നുള്ളത് 4 കേസസ് ആയിട്ട് മാറും. അതായത് പ്ലസ് ഓർ മൈനസ് എ പ്ലസ് ഓർ മൈനസ് ബി ആയിട്ട് മാറും. കാരണം നമ്മളിവിടെ സബ്ട്രാക്ഷനെ അഡീഷൻ്റെ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് ബേസിക് കാര്യങ്ങളാണ്, നമ്മൾ മാത്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് 2-3 കേസസ് ഉണ്ട്. ഈ നമ്പേഴ്സിൻ്റെ സൈൻ അനുസരിച്ച് അതിൻ്റെ വാല്യൂ, അതിൻ്റെ റിസൾട്ടിൻ്റെ വാല്യൂ സൈനും എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2 നമ്പേഴ്സ് എയും ബിയും പോസിറ്റീവാണ്, ആഡ് ചെയ്യാൻ ഓപ്പറേഷൻ എങ്കിൽ 2 കൂടെ ആഡ് ചെയ്യുക, സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി എയും മൈനസ് ബിയും കൂടെ ആണ് ആഡ് ചെയ്യാനുള്ളതെങ്കിൽ എന്താണ് റിസൾട്ടായിട്ട് വരുന്നത്? എ മൈനസ് ബി. എയിൽ നിന്ന് ബീനെ മൈനസ് ചെയ്യുക, റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ എ ബിയേക്കാൾ ഗ്രേറ്ററോ ഈക്വലോ ആണെങ്കിൽ. ഇനി എ ലെസ് ദാൻ ബി ആണെങ്കിലോ നെഗറ്റീവ് സൈൻ ആയിരിക്കും, അല്ലേ? നെക്സ്റ്റ് മൈനസ് എ പ്ലസ് ബി, അതെന്തായിരിക്കും? ഇതേ കണ്ടീഷൻ തന്നെ. നമ്മളിവിടെ ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ തന്നെയാണ്. റിസൾട്ടോ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും, എ ലെസ് ദാൻ ബി ആണെങ്കിൽ ബിയുടെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ? 2 നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 2 കൂടെ ആഡ് ചെയ്യുക, നെഗറ്റീവ് സൈൻ ഇടുക. ഓക്കെ, ഈ കാര്യവും നമ്മൾ മാത്സിൽ പഠിച്ചത് തന്നെയാണ്, നിങ്ങളിത് നോക്കുക. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്. അപ്പോൾ അൽഗോരിതം ഡിസൈൻ ചെയ്യാന്നുള്ളത് നമ്മളിവിടെ ഫ്ലോ ചാർട്ടാണ് ഡിസൈൻ ചെയ്തത്. നിങ്ങളിവിടെ നോക്കിക്കേ, ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് ഉണ്ടല്ലേ? ഇനിഷ്യൽ സ്റ്റേറ്റ് x=1 ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഇനി നമ്മളിവിടെ 2 പോസിബിലിറ്റീസ് ഉണ്ട്, അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം. അഡീഷൻ ആണെങ്കിൽ QA എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. സബ്ട്രാക്ഷൻ ആണെങ്കിൽ QS 1 ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ QA 1 ആയിട്ട് ഉള്ള കണ്ടീഷൻ നോക്കാം. അതായത് അഡീഷൻ ഓപ്പറേഷനാണ് ഇവിടെ പറയുന്നത്. QA 1 ആണെങ്കിൽ നോക്കിയേ, ഇടയ്ക്കുള്ള BSലേക്ക് BSൻ്റെ കോംപ്ലിമെൻറ്റ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സ്റ്റേജില്ലേ, അത് ബൈപ്പാസ് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്കായിരിക്കും QA കൊടുത്തിരിക്കുന്നത്. ഇനിഷ്യൽ സ്റ്റേറ്റ് x=1 നിന്ന് QA =1 ആണെങ്കിൽ ഈ ഒരു ഡിസിഷനിലേക്കാണ് വരുന്നത്. ഡിസിഷൻ അറിയാം, ഡയമണ്ട് ഷേപ്പിലുള്ളത് ഒരു കണ്ടീഷനെ സ്പെസിഫൈ ചെയ്യാനാണ് ഡയമണ്ട് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഡയമണ്ട് ഷേപ്പിലുള്ള പാത്തിലേക്കാണ് ഇത് വരുന്നത്. ഇടയ്ക്കുള്ള BSലേക്ക് BS കോംപ്ലിമെൻറ്റ് വെക്കുന്നത് ഇത് ബൈപ്പാസ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ QA =1 അഡീഷൻ ഓപ്പറേഷൻ. ആദ്യം നോക്കുന്നത് ASഉം BSഉം ഈക്വൽ ആണോ എന്ന്, അതായത് 2ൻ്റെ സൈൻ ഈക്വൽ ആണോ എന്ന് നോക്കും. 2ൻ്റെ സൈൻ ഈക്വൽ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ഈക്വൽ ആവുന്ന കേസിൽ എയിലേക്ക്
എ പ്ലസ് ബി പ്ലേസ് ചെയ്യുന്നു. എയിലേക്ക് എ പ്ലസ് ബി പ്ലേസ് ചെയ്യുന്നു. ദെൻ ഇയിലേക്ക് അതിൻ്റെ റിസൾട്ടും പ്ലേസ് ചെയ്യുന്നു. റിസൾട്ടല്ല, ക്യാരി. എയിലേക്ക് അതിൻ്റെ സമ്മ് വെക്കുന്നു, ഇയിലേക്ക് അതിൻ്റെ ഓവർഫ്ലോ ക്യാരി ഔട്ട് വെക്കുന്നു. ഇനി നമ്മൾ ഏത് രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്തത്? എയിലേക്ക്. അപ്പോൾ ഇനി റിസൾട്ടിൻ്റെ സൈൻ എന്തായിരിക്കും? എയിൻ്റെ സൈൻ എന്തായിരുന്നോ അത് തന്നെയാണ് എ എസും, റിസൾട്ടിൻ്റെ എ എസും. കാരണം രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വന്നു, രണ്ട് നമ്പേഴ്സിൻ്റെ സൈൻ ഈക്വൽ ആണെങ്കിൽ, രണ്ടും പോസിറ്റീവും രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് നമ്പറിൻ്റെ സൈൻ തന്നെ ആയിരിക്കും റിസൾട്ടിൻ്റെ. അതുകൊണ്ട് നമ്മൾ എ എസ് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആഡ് ചെയ്ത് റിസൾട്ട് എയിലേക്ക് വെക്കുക, ക്യാരി ഔട്ട് ഇ എന്ന് പറയുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും പ്ലേസ് ചെയ്യാം. എന്നിട്ട് ബാക്ക് ടു ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇത്രയാണ് അഡീഷൻ ഓപ്പറേഷനിൽ രണ്ടിൻ്റെ സൈൻ ഈക്വൽ ആയാൽ ചെയ്യേണ്ടത്. ഇനി രണ്ടിൻ്റെ സൈൻ ഡിഫറെൻ്റ് ആണ്, നോട്ട് ഈക്വൽ ആണ്. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. എയിലേക്ക് എ പ്ലസ് ബി ബാർ പ്ലസ് 1 ചെയ്യാം. അതായത് എയിൻ്റെ കൂടെ ബീൻ്റെ കോംപ്ലിമെൻ്റ് എടുത്ത് അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അതായത് എയിൻ്റെ കൂടെ ബിയുടെ 2's കോംപ്ലിമെൻ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇയിലേക്ക് അതിൻ്റെ ക്യാരി ഔട്ട് പ്ലേസ് ചെയ്യുക. ഇനി അതിന് ശേഷം ഇൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കുക. ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നോക്കിയേ. ഇ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ മീനിങ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. ആ കേസിൽ ഇയിലേക്ക് 0നെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ബാക്ക് ടു ഇനിഷ്യൽ സ്റ്റേറ്റ്. ക്ലിയർ ആണല്ലോ? ഇനി ഇൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിലോ, എ ലെസ് ദാൻ ബി എന്നാണ് അതിൻ്റെ മീനിങ്. ആ കേസിൽ എയിലേക്ക് എ കോംപ്ലിമെൻറ്റ് പ്ലേസ് ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എയിലേക്ക് എ പ്ലസ് 1. അപ്പം നേരത്തെ ഉള്ള സ്റ്റേറ്റിൽ എയിലേക്ക് അതിൻ്റെ കോംപ്ലിമെൻറ്റ് വെച്ചു. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉള്ള എ വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അഗെയിൻ എയിലേക്ക് വെക്കുക. ദെൻ എയുടെ സൈൻ ബിറ്റ് എന്ത് ചെയ്യണം? കോംപ്ലിമെൻ്റ് ചെയ്യണം. എന്നിട്ട് ബാക്ക് ടു ഇനിഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് അഡീഷനിൽ ചെയ്യാനുള്ളത്. നിങ്ങളിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോട്ട്സ് വെക്കുന്ന ടൈമിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. ഇനി സബ്ട്രാക്ഷൻ ഓപ്പറേഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ QS 1 ആവണം അല്ലേ? QS 1 ആവണമെങ്കിൽ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ആയിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. QS 1 ആവുമ്പോൾ ആദ്യം വരുന്നത് BSനെ BS ബാർ ആക്കും. അതായത് നമ്മൾ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? അഡീഷനായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പറിൻ്റെ സൈൻ മാറ്റിയിട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അതായത് BSലേക്ക് BS ബാർ വെക്കുന്നു, രണ്ടാമത്തെ നമ്പറിൻ്റെ സൈൻ നമ്മൾ റിവേഴ്സ് ചെയ്യുന്നു. എന്നിട്ട് എഗെയിൻ ഇനി ബാക്കിയെല്ലാം പോസിറ്റീവ് നമ്പറിനെ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്ത് അഡീഷൻ ഓപ്പറേഷൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ എസും BSും ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ചെയ്യുന്നു, നോട്ട് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റെപ്സ്. അപ്പം നമ്മളിവിടെ അഡീഷൻ ഓപ്പറേഷനെ യൂഷ്വൽ വേയിൽ ചെയ്യുന്നു. സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് നമ്പറിൻ്റെ സൈൻ റിവേഴ്സ് ചെയ്തിട്ട് അഡീഷൻ ഓപ്പറേഷനായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. ഓക്കെ. നിങ്ങളൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആവും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ഡേറ്റ പ്രോസസ്സർ സ്പെസിഫിക്കേഷൻ. ഡേറ്റ പ്രോസസ്സർ പാർട്ട് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ഫ്ലോ ചാർട്ട് അൽഗോരിതം ആണ് ആക്ച്വലി ഡേറ്റ പ്രോസസ്സർ പാർട്ടിൻ്റെ എല്ലാ മൈക്രോ ഓപ്പറേഷനെയും ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എ എന്ന് പറയുന്ന രജിസ്റ്ററിൽ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ തന്നെ ബിയിലും ഉണ്ട്. ഇവിടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് ALUവിലായിരിക്കും. ALUവിന് 4 സെലക്ഷൻ വേരിയബിൾസ് ഉണ്ട്. S2, S1, S0, Cin അങ്ങനെ 4 സെലക്ഷൻ വേരിയബിൾസ് ഉണ്ട്. ഇനി L എന്ന് പറയുന്ന വേരിയബിളാണ് ALUവിൻ്റെ ഔട്ട്പുട്ടിനെ രജിസ്റ്റർ എയിലേക്കും അതുപോലെ തന്നെ E എന്ന് പറയുന്ന ഓവർഫ്ലോ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കും വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. A രജിസ്റ്ററിൽ നിന്ന് L എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് ലോഡ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്?
ALUവിൽ നിന്ന് അതിൻ്റെ എന്താണോ റിസൾട്ട് അത് A രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ദെൻ ഓവർഫ്ലോനെ E എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലും സ്റ്റോർ ചെയ്യും. ഇത് ചെയ്യുന്നത് L എന്ന് പറയുന്ന വേരിയബിളാണ്. ഇനി 3 വേരിയബിൾ വേറെയുണ്ട്, Y, Z, W. ഇതിൽ വൈൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞാൽ BS എന്ന് പറയുന്ന ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. ഇസഡിൻ്റെ ഫങ്ഷൻ ASനെ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡബ്ല്യുവിൻ്റെ ഓപ്പറേഷൻ E എന്ന് പറയുന്ന ആ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഡിഫറൻസ് മനസ്സിലാക്കുക. Y BSനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളതാണ്, Z ASനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ, W Eനെ ക്ലിയർ ചെയ്യാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡേറ്റ പ്രോസസർ പാർട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ എല്ലാം. PS ഉണ്ട്, അതിന് Y എന്ന് പറയുന്ന വേരിയബിൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്, ASലേക്ക് Z ഉണ്ട്, Eയിലേക്ക് W ഉണ്ട്, ALU ഉണ്ട്, A രജിസ്റ്ററും B രജിസ്റ്ററും അതിലേക്ക് കണക്ഷനുണ്ട്, ALUവിൽ നിന്ന് A രജിസ്റ്ററിലേക്ക് കണക്ഷനുണ്ട്, ALUവിൽ നിന്ന് C ഔട്ട് വഴി Eയിലേക്കും കണക്ഷനുണ്ട്. L എന്ന് പറയുന്ന ലോഡ് വേരിയബിൾ A രജിസ്റ്ററിലും E രജിസ്റ്ററിലും കണക്ഷനുണ്ട്. 4 സെലക്ഷൻ വേരിയബിളുണ്ട്, S2, S1, S0 ആൻഡ് Cin. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡേറ്റ പ്രോസസർ പാർട്ട്. ഇനി കൺട്രോൾ ലോജിക്കിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. കൺട്രോൾ ലോജിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ കൺട്രോള് 5 ഇൻപുട്സിനെ റിസീവ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് 2 എണ്ണം, ഡേറ്റ പ്രോസസ്സറിൽ നിന്ന് 3 എണ്ണം. ഓക്കെ, ഇനി ഇവിടെ എസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. കൺട്രോൾ ലോജിക്കിൽ നോക്കുക, ഇൻപുട്ടായിട്ട് വരുന്ന QA, QS, ദെൻ ASും BSും കൂടെ ഒരു XOR ഫ്ലിപ്പ് ഫ്ലോപ്പിലൂടെ XOR ഗേറ്റിലൂടെ S എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, E എന്ന് പറയുന്ന ഒരു കണക്ഷനുണ്ട്. ഇവിടെ S എന്ന് പറയുന്നത് XOR ചെയ്തിട്ടാണുള്ളത്, അതായത് ASും BSും കൂടെ XOR ചെയ്തിട്ടുണ്ട്. XOR ഫംഗ്ഷൻ എങ്ങനെയാണ്? സിമിലർ ആയിട്ടുള്ളതിന് 0യും ഡിഫറെൻ്റ് ആയിട്ടുള്ളതിന് 1ഉം ആയിരിക്കും. അതായത് നമ്മൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യാൻ പോകുന്ന നമ്പേഴ്സിൻ്റെ സൈൻ ഡിഫറെൻ്റ് ആണെങ്കിൽ മാത്രം എസിൻ്റെ വാല്യൂ 1 ആവും. സെയിം ആവുന്ന കേസിൽ, രണ്ടും പോസിറ്റീവോ രണ്ടും നെഗറ്റീവോ ആവുന്ന കേസിൽ എസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി ഇത് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഈ ഒരു കൺട്രോൾ ലോജിക്ക് ഒരു ഔട്ട്പുട്ട് X പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഈ കൺട്രോൾ ലോജിക്ക് ALUവിലുള്ള ഫങ്ഷനെ സെലക്ട് ചെയ്യുന്നത് 4 സെലക്ഷൻ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ്, S2, S1, S0 ആൻഡ് Cin. ഈ 4 സെലക്ഷൻ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് ഇത് ALUവിലെ ഓപ്പറേഷൻസിനെ ചൂസ് ചെയ്യുന്നത്. ഏത് ഓപ്പറേഷൻ വേണം ALUവിൽ പെർഫോം ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുന്നത് ഈ കൺട്രോൾ ലോജിക്കാണ്. അത് ഈ 4 സെലക്ഷൻ വേരിയബിൾസിലൂടെയാണ് ചെയ്യുന്നത്. ALUവിൽ പോസിബിളായിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ആ ഒരു ALUവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നേരത്തെ ഉള്ളതിൽ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൽ S2, S1, S0, Cin ഇതെല്ലാം എങ്ങനെയാണ് അതിൻ്റെ റോൾ എന്നുള്ള കാര്യവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇനി ബാക്കിയുള്ള 4 ഔട്ട്പുട്ട്സ് ഡേറ്റ പ്രോസസർ രജിസ്റ്ററിലേക്ക് പോകുന്നുണ്ട്, അതായത് L, Y, Z, W. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിലെ എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടും പറയും. ഇനി ഇതിൻ്റെ കൺട്രോളിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം, എങ്ങനെയാണ് കൺട്രോളിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, ഒരു ഹാർഡ്വെയർ കൺട്രോളിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യൽ ലോജിക് പ്രോബ്ലമാണ്. ഒരു സീക്വൻഷ്യൽ കൺട്രോളിന് കറസ്പോണ്ടിങ് ആയിട്ട് എപ്പോഴും ഒരു സ്റ്റേറ്റ് ഡയഗ്രാം ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വേ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഡയഗ്രാം ഫോമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഡയഗ്രാം എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ STLDയിൽ പഠിച്ചതാണ്. ഓക്കെ, നമ്മളുടെ കയ്യിൽ ഫ്ലോ ചാർട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രമായിട്ട് കൺവേർട്ട് ചെയ്യും? ഫ്ലോ ചാർട്ടിലുള്ള ഫങ്ഷൻ ബോക്സസ് അത് സീക്വൻഷ്യൽ സർക്യൂട്ടിലെ സ്റ്റേറ്റ്സ് ആയിട്ട് മാറും.
ഫങ്ഷൻ ബോക്സസ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾസ്. അതിനെ നമ്മളിവിടെ സ്റ്റേറ്റ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ദെൻ ഡിസിഷൻ ബോക്സസ്, അതായത് ഡയമണ്ട് ഷേപ്പിലുണ്ടായിരുന്ന ബോക്സസിനെ നെക്സ്റ്റ് സ്റ്റേറ്റ് കണ്ടീഷൻസ് ആയിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഗിവൺ സ്റ്റേറ്റിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട മൈക്രോ ഓപ്പറേഷൻ, അതിനെ നമ്മൾ ഒന്നെങ്കിൽ ആ ഫങ്ഷൻ ബോക്സിനുള്ളിൽ സ്പെസിഫൈ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ട്രാൻസിഷൻ്റെ കണ്ടീഷൻ ഉണ്ടല്ലോ, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കണ്ടീഷൻ, അത് ഒന്നെങ്കിൽ ആ ഡിസിഷൻ ബോക്സിനുള്ളിൽ സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ രണ്ട് ബോക്സിനിടയിൽ ഒരു ആരോ മാർക്ക് ഉണ്ടാവും അതിനെ കണക്ട് ചെയ്യുന്നത്, ആ ആരോ മാർക്കിൽ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾസിനെ എല്ലാം നമ്മൾ റൗണ്ട് ഷേപ്പുള്ള സ്റ്റേറ്റ്സ് ആക്കി മാറ്റുക. ദെൻ ഓരോ സ്റ്റേറ്റിൽ നിന്ന് അടുത്തടുത്ത സ്റ്റേറ്റിലേക്ക് കണക്ഷൻസ് വെക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്, അതായത് അടുത്ത സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യാനുള്ള കണ്ടീഷൻസിനെ ആ ഒരു ആരോ മാർക്കിൻ്റെ മുകളിലായിട്ട് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഡയഗ്രാം. T0 ആണ് ഈ കൺട്രോളിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ T0 ആണ്. ആ T0യിൽ നിന്ന് നമ്മളെന്താണ് T0യിലേക്ക്, T0 കണ്ടീഷൻ എന്താണ്? അഡീഷനും ഇല്ല സബ്ട്രാക്ഷനും ഇല്ല ആ ഒരു സ്റ്റേറ്റിൽ അല്ലേ. അപ്പോൾ QAയും 0 ആണ്, QSും 0 ആണ്. ഇനി സബ്ട്രാക്ഷൻ ആണെങ്കിൽ T1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ എന്താണ്, QS 1 ആയിട്ട് മാറുന്ന കണ്ടീഷനിലാണ് T1ലേക്ക് ട്രാൻസിഷൻ നടക്കുന്നത്. ദെൻ അഡീഷൻ ആണെങ്കിൽ T2 എന്ന് പറയുന്നൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് QA എന്ന് പറയുന്നത് 1 ആവുന്ന കേസിൽ T2യിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോ ഫ്ലോ ചാർട്ടിലെ ഓരോരോ ബോക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സർക്കിൾസും വരച്ച് അതിൻ്റെ ട്രാൻസിഷനും കണ്ടീഷനും എഴുതിയാൽ നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രാം കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫ്ലോ ചാർട്ട് എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ച് നോക്കുക. ഇത് ഇങ്ങനെ തന്നെയാണോ കിട്ടുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. T0യിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് x=1 ആണ്. T1ൽ ചെയ്യുന്നത് BS എന്ന് പറയുന്നത് BSൻ്റെ കോംപ്ലിമെൻ്റ് ആക്കുന്നു. നമ്മൾ ഇതെല്ലാം ഫ്ലോ ചാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. T2 ഒരു നത്തിങ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ്, പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നുമില്ല. T3യിൽ എയും ബിയും കൂടെ ആഡ് ചെയ്ത് എയിലേക്ക് വെക്കുന്നു. അഡീഷൻ റിസൾട്ട് ചെയ്ത് ക്യാരി ഔട്ടിനെ ഇയിലേക്ക് വെക്കുന്നു. T4ൽ എയും ബിൻ്റെ 2's കോംപ്ലിമെൻ്റ് കൂടെ ആഡ് ചെയ്തിട്ട് എയിലേക്ക് വെക്കുന്നു. റിസൾട്ടിൻ്റെ ക്യാരി ഔട്ട് ഇയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. T5ൽ ഇയിലേക്ക് 0നെ പ്ലേസ് ചെയ്യുന്നു. T6ൽ എൻ്റെ കോംപ്ലിമെൻ്റ് എയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. T7ൽ എയിൻ്റെ വാല്യൂവിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് എയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ സൈനും കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കി ഇവിടുത്തെ ഓരോ ആക്റ്റീവായിട്ടുള്ള പ്ലേസിൽ മാത്രം 1. അപ്പോൾ ഇവിടുത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ കൺട്രോൾ ലോജിക്കിൻ്റെ ഔട്ട്പുട്ട്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഔട്ട്പുട്ട്സിൽ ഓരോന്നും ഈ ഓരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെയാണ് ആക്റ്റീവ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ നോക്കിയാൽ T0, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 9 വേരിയബിൾസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. X, S2, S1, S0, Cന് L, Y, Z, W. ഇതിൽ ഏതൊക്കെയാണ് ആക്റ്റീവ് എന്ന് നോക്കാം. T0 കറസ്പോണ്ടിങ് ആയിട്ട് x=1 ആണ്. അപ്പോൾ x മാത്രം 1. ഇനി BS കോംപ്ലിമെൻ്റ് ആക്കുന്നു T1. അപ്പോൾ BSനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന വേരിയബിൾ ഏതാണ്? Y എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ. അപ്പോൾ Y മാത്രം 1. നെക്സ്റ്റ് T2 നത്തിങ് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് ഒരു സ്റ്റേറ്റിലും വാല്യൂസ് ഇല്ല, എല്ലാം 0. T3 A+B എയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതോടൊപ്പം ഇയിലേക്ക് C ഔട്ട് പ്ലേസ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് A+B എന്ന് പറയുന്ന ഫംഗ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെലക്ഷൻ ലൈൻസ് ഉണ്ട്. അതായത് S2 0 ആയിരിക്കണം, S1 0 ആയിരിക്കണം, S0 1 ആയിരിക്കണം.
സി ഇൻ 0 ആയിരിക്കണം. ഇനി ഇയിലേക്ക് സി ഔട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ എന്താണ്, ഇയിലേക്ക് സി ഔട്ടും പ്ലേസ് ചെയ്യണം, എയിലേക്ക് റിസൾട്ടും പ്ലേസ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ലോഡ് എന്ന് പറയുന്ന സിഗ്നൽ 1 ആയിരിക്കണ്ടേ, അതുകൊണ്ട് L1. അപ്പോൾ ഈ S2 S1 S0 സീനിൻ്റെ ഈ ഒരു കണ്ടീഷൻസ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ALUവിലെ ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ S2 S1 S0 സീൻ സ്റ്റേറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ എന്തൊക്കെ കോമ്പിനേഷനിൽ ALUവിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ആ ഒരു പോർഷനിൽ പഠിച്ചാണ്. അപ്പോൾ അത് നോക്കിയാൽ മാത്രമേ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതേപോലെ താഴേക്കുള്ള ബാക്കി T7 വരെയുള്ള കാര്യങ്ങളും നോക്കുക, എങ്ങനെയാണ് ഈ ഓരോ വാല്യൂസും വന്നതെന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരെ ഡിസൈൻ ചെയ്തു. ഇനി ഹാർഡ്വെയർ കൺട്രോളിൻ്റെ ഡിസൈനാണ്. ഹാർഡ്വെയർ കൺട്രോളിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ്. അതായത് നമുക്കിവിടെ 8 കണ്ടീഷൻ ഉള്ളത് കൊണ്ട് 8 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ വേണം. അതാണല്ലോ അവിടുത്തെ ഡിസഡ്വാൻറ്റേജും. എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ വേണം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിനെ നമ്മൾ T0 to T7 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ട്, 8 എണ്ണം. ഇനി ഈ സ്റ്റേറ്റ് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിൻ്റെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കണ്ടീഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കണ്ടീഷനാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഫ്ലിപ്പ് ഫ്ലോപ്പ് T2 അതെപ്പോഴാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ഡയഗ്രത്തിലാണ് T2 എന്ന് പറയുന്ന വാല്യൂ സെറ്റ് ചെയ്യേണ്ടത് T1ൽ നിന്നും T0യിൽ നിന്നുമാണല്ലോ അതിലേക്ക് കണക്ഷൻ ഉള്ളത് അല്ലേ. T2യിലേക്ക് കണക്ഷൻ ഉള്ളത് T1ൽ നിന്നും T0യിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് അത് സെറ്റ് ചെയ്യേണ്ടത്? T1 1 ആവുന്ന കേസിലോ അല്ലെങ്കിൽ T0 1 അതിനോടൊപ്പം QA1 ഈ ഒരു കേസിലാണ് നമ്മൾ T2നെ സെറ്റ് ചെയ്യേണ്ടത് അല്ലേ. T1 1 ആവണം, അതായത് T1ൽ നിന്ന് T2യിലേക്ക് കണക്ഷൻ. ദെൻ T0 1 ആവണം, അതോടൊപ്പം QAയും 1 ആവണം. എന്നാലല്ലേ T0യിൽ നിന്ന് T2യിലേക്ക് ഒരു ട്രാൻസിഷൻ ഉണ്ടാവും. ഈ ഒരു കേസിൽ മാത്രമേ T2നെ സെറ്റ് ചെയ്യാവൂ. അപ്പോൾ അതിനെങ്ങനെ എഴുതും കൺട്രോള്? അങ്ങനെ കണ്ടീഷൻ എഴുതുന്നത് DT2, അതായത് ഡി ഇൻപുട്ട് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് T2, അതാണ് DT2 എന്ന് പറഞ്ഞാൽ QA T0, അതായത് QA 1 ആവുന്നതിനോടൊപ്പം T0യും 1 ആവണം. അതുകൊണ്ട് അത് ആൻഡ് ചെയ്തിട്ടുണ്ട്. QA T0 പ്ലസ് T1 1 ആവണം. ഇതിൻ്റെ ഇടയിൽ പ്ലസ് കൊടുത്തതിന് കാരണം ഇത് രണ്ടിൽ ഏതായാലും T2 ആക്റ്റീവ് ആവും അല്ലേ. ഒന്നെങ്കിൽ QA T0 1 ആവണം, അല്ലെങ്കിൽ T1 1 ആവണം. അപ്പം ഓർ എന്നുള്ള കണ്ടീഷന് വേണ്ടിയിട്ടാണ് പ്ലസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോരോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ കണ്ടീഷൻസ് ഫോമുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഡയറക്റ്റഡ് ലൈൻസ് ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരുന്ന ആ ഒരു ആരോ മാർക്കിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷനെ അതിൻ്റെ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്റ്റേറ്റുമായിട്ട് ആൻഡ് ചെയ്യണം. അതാണ് നമ്മളിവിടെ QA ഇൻറ്റു T0 ചെയ്തിരിക്കുന്നത്. ആ ട്രാൻസിഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് QA, അതിന് മുമ്പുള്ള സ്റ്റേറ്റാണ് T0. അപ്പോൾ QA T0 എന്ന് നമ്മൾ ആൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ ഡയറക്റ്റഡ് ലൈൻ ഒരു സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഓർ ചെയ്യണം. അതുകൊണ്ടാണ് T2യിലേക്ക് 2 എണ്ണം വരുന്നുണ്ടായിരുന്നു, QA T0യും വരുന്നുണ്ടായിരുന്നു, T1ഉം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ തമ്മിൽ ഓർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡി ഇൻപുട്സിനെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്യണം, അതിൻ്റെ ഇൻപുട്ട് ഫങ്ഷൻ സ്പെസിഫൈ ചെയ്യണം. ഇങ്ങനെ T7 വരെ സ്പെസിഫൈ ചെയ്യണം. അത് ആ സ്റ്റേറ്റ് ഡയഗ്രാം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൂലിയൻ ഫങ്ഷൻ. ഇപ്പോൾ ഇൻപുട്ട് ഫങ്ഷൻ പറഞ്ഞു, ഇനി അതിൻ്റെ ഔട്ട്പുട്ട് കൺട്രോളിനുള്ള ബൂലിയൻ ഫങ്ഷൻ എങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ഔട്ട്പുട്ടായിട്ടുള്ളത്
S2, S1, S0, Cin, L, Y, Z, W ഇത്രയും വേരിയബിൾസ് ആണല്ലോ. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് ആക്റ്റീവായിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ്, എക്സിൻ്റെ ആ കോളം വൈസ് താഴേക്ക് നോക്കിയേ, ഏതൊക്കെ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഉണ്ട്? T0 മാത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഈക്വൽ ടു T0 എന്ന് കൊടുത്തു. ഇനി S2 കറസ്പോണ്ടിങ് നോക്കിയേ, T6 മാത്രമേ ഉള്ളൂ 1. അതുകൊണ്ട് എന്ത് ചെയ്തു? S2 ഈക്വൽ ടു T6 എന്ന് കൊടുത്തു. ഇനി S1 ആണെങ്കിലോ T4ഉം 1 ആണ്, T6ഉം 1 ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? S1 എന്ന് പറഞ്ഞാൽ S1 ഈക്വൽ ടു T4 പ്ലസ് T6. നോക്കിക്കേ, കണ്ടോ? ഇങ്ങനെ ഓരോന്നും എഴുതണം. അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഫങ്ഷനുള്ള ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂലിയൻ ഫംഗ്ഷൻ. ഇപ്പോൾ ഡബ്ല്യുവിൻ്റെ ഒന്ന് നോക്കിയേ, ഡബ്ല്യുവിന് ആ കോളം വൈസ് നോക്കിയാൽ ആ 1 കാണിച്ചിരിക്കുന്നത് T5ലാണ്. അതുകൊണ്ട് W ഈക്വൽ ടു T5. ഇങ്ങനെ ആ 9 വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂലിയൻ ഫംഗ്ഷനും എഴുതാം. അപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോൾ നമ്മളുടെ ആ കൺട്രോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ഇൻപുട്ട് പറഞ്ഞു, ഔട്ട്പുട്ടും പറഞ്ഞു, അതിൻ്റെ ട്രാൻസിഷൻസ് എല്ലാം പറഞ്ഞു, കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഡയഗ്രാംസ് പറഞ്ഞു. ഇത്രയാണ് ഹാർഡ്വെയർ കൺട്രോളിൻ്റെ ഒരു എക്സാമ്പിൾ. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺട്രോൾ ഓർഗനൈസേഷനിൽ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.